ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ കേരള സ്റ്റൈലിൽ ഒരു ഫിഷ് മോള് തയ്യാറാക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിലെ മസാല എന്തൊക്കെയാണെന്ന് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഓയിൽ ഒഴിക്കാം. ആ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഫിഷ് പൊടിഞ്ഞു പോകും. ഇവിടെ മഴയാണ്, അതുകൊണ്ട് എല്ലാവർക്കും ത്രോട്ടിന് പ്രശ്നമാണ്. അതുകൊണ്ട് സൗണ്ടൊക്കെ ഇച്ചിരി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാൻ ചൂടാകുന്നതേ ഉള്ളൂ. ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനും വേണം, പിന്നെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുന്നതിനും വേണം. അതിനനുസരിച്ച് നമ്മൾ ഓയിലങ്ങ് ഒഴിച്ചു. ഫിഷ് ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അത് അന്നേരമാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് ഒരു 3 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്യണം. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് 3 മിനിറ്റ് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ ഒരു കിങ് ഫിഷാണ് കിട്ടിയത്. അത് നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് അധികം വലിപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത്. അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഒരു 4 ഏലയ്ക്ക, 6 ഗ്രാമ്പു, 3 ഇഞ്ച് വലിപ്പമുള്ള, 3 ഇല്ലേലും ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു കറുകപ്പട്ട, ഇതത്രയും വേണം. പിന്നെ 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 8 വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 സവാള, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, അല്പം സവാളയൊക്കെ വാടുന്നതിന് വേണ്ടിയാണ് 1/2 ടേബിൾ സ്പൂൺ അന്നേരം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് മല്ലിപ്പൊടി വേണം 1 ടീസ്പൂൺ അല്ല, സോറി, 1 ടേബിൾ സ്പൂണാണ് വേണ്ടത് മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇത്രയുമാണ് വേണ്ടത് പൊടി ഐറ്റംസൊക്കെ. പിന്നെ പെപ്പർ വേണം, പെപ്പർ ഇത്തിരി കൂടുതൽ വേണം പെപ്പർ. അത് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഫിഷെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റി കൊടുക്കാം. ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 8 വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറണം. അതിലേക്ക് നമ്മൾ കുറച്ച് കറി ലീവ്സും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഒരു 4 ഏലക്കായും 6 ഗ്രാമ്പും 3 ഇഞ്ച് വലിപ്പമുള്ള കറുകപ്പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ ഗ്രാമ്പൂവിൻ്റെ വായ ഒരല്പം ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 4 ഇത്തിരി വലിപ്പമുള്ള പച്ചമുളകാണ്, എരിവുള്ളതുമാണ്, അതാണ് ചോപ്പ് ചെയ്ത് ചേർത്തത്. ഇവിടെ ഇത്തിരി എരിവൊക്കെ വേണം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ച ചുവയൊന്ന് മാറട്ടെ. അതിലേക്ക് നമുക്ക് സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സവാളയാണ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അതിലേക്കൊരു ലേശം സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അധികം അങ്ങ് നമുക്ക് ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട, അതിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറി കിട്ടിയാൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൊറിയണ്ടർ പൗഡർ 1 ടേബിൾ സ്പൂൺ, ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ആണ് ഇട്ടത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ചേർത്തു.
അതിൻ്റെ പച്ച ചുവയൊന്ന് മാറട്ടെ. മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. അത് ക്രഷ് ചെയ്തതാണ്, അല്ലാതെ സ്മൂത്തായിട്ട് പൊടിച്ചതല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2ാം പാലാണ്. ആദ്യത്തെ 1ാം പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് 2ാം പാൽ ചേർത്ത് കൊടുത്തു. അത് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഞാനൊരു ലേശം ചൂടുവെള്ളം കൂടെ ആ പാത്രത്തിലൊഴിച്ച് കഴുകി അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ അതിനകത്ത് നന്നായിട്ടുണ്ടായിരുന്നതുകൊണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫിഷ് നന്നായിട്ട് മുങ്ങി കിടക്കണം. അതിന് മുകളിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. 1 ടൊമാറ്റോ എടുത്ത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ പാൻ എടുത്ത് ഒന്ന് കുലുക്കി എല്ലാം ഒന്ന് ലെവലാക്കി വെക്കാം. അല്ലാതാണ്ട് നമ്മളെടുത്ത് അല്ലാതെ തവിയൊന്നും ഇട്ട് ഇളക്കരുത്, അന്നേരം മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇതൊന്നും മറന്നു പോകല്ലേ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് സീൻ ഒരുപാട് ഉണ്ട്, പക്ഷേ എങ്കിൽ നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തീരെ കുറവ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് സീനിൽ മാത്രം കാണുന്നത്. നോക്കൂ, അതിന് ശേഷം 1 ലെമണിൻ്റെ ജ്യൂസാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം നമുക്കതൊന്ന് ഒന്നും കൂടെ ആ ലെമൺ ജ്യൂസ് എല്ലായിടും ഒന്നും ആകട്ടെ. അതിനുവേണ്ടി ഒന്ന് നന്നായിട്ട് കുലുക്കി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ തക്കാളിയൊക്കെ ഒന്നും കൂടെ താത്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ആ തക്കാളിയുടെ മുകൾ ഭാഗം വേഗത്തില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് സോൾട്ട് ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത്. നല്ല തിക്കായിട്ടുണ്ട്, കണ്ടേ, തിക്കായി വരുന്നുണ്ട്. ഇനി അത് നമ്മൾ ലാസ്റ്റ് 1ാം പാൽ ഒഴിക്കുക. 1ാം പാലാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ എടുത്ത് കുലുക്കി അതിന് ശേഷം നോക്കട്ടെ, റെഡിയായിട്ടുണ്ട്. അത് നമ്മൾ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തീരെ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യത ഏറെയാണ്. നോക്കൂ, നമ്മൾ എത്ര മനോഹരവും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.